വാപ്പാര ലവ് സ്റ്റോറിയാണ് പറഞ്ഞു തരാൻ പോണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനാണെങ്കിൽ ഇങ്ങനെ ഉറക്കെ പറഞ്ഞ ഓക്കെ, ഇങ്ങനെ വാപ്പ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു തട്ടയിട്ട ഒരു പെണ്ണുണ്ടല്ലേ, തട്ടം ഷോളെല്ലാം ഇട്ട് ഇങ്ങനെ നടന്ന് പോവേണം കേട്ടോ. നടന്ന് പോയി. അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ പിറ്റേ ദിവസവും ഞാൻ ഇങ്ങനെ പോയപ്പം ആ പെണ്ണ് മറൈൻ കോളേജിൽ പഠിക്കണം, ഫസ്റ്റ് ഇയർ BCom. വേറെ കഥയല്ല, റിയൽ കഥയുടെ പറയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഇയർ BComല് അപ്പം ഞാൻ ചോദിച്ച് കൊതു കടിച്ചോ? അങ്ങനെ വാപ്പ ചോദിച്ച് ഒരു പെണ്ണ് ചോദിച്ച് ആ കുട്ടിയുടെ പേരെന്തിനാണെന്ന്. അപ്പം പറഞ്ഞ് ആ കുട്ടിയുടെ പേരാണ് ഫാത്തിമ കേട്ടോ. അപ്പം ഫാത്തിമ. അപ്പം ഞാനാണെങ്കിൽ ഫാത്തിമയുടെ പിറകെ ഇങ്ങനെ നടന്നു. ഇങ്ങനെ സൈക്കിളിലൂടെ, സൈക്കിളില്ലേ, സൈക്കിളിലൂടെ ഇങ്ങനെ ചവിട്ടി ഫാത്തിമയുടെ പിറകിലൂടെ ഇങ്ങനെ പോയി. ഇസുവിൻ്റെ സൈക്കിളല്ല, വേറെ സൈക്കിളിൽ, വേറെ വാപ്പാര സൈക്കിളിൽ ഇങ്ങനെ പോയി. മറൈൻ കോളേജിൽ ഇങ്ങനെ നടന്ന് പോയപ്പോഴാ ആ പെണ്ണ് ഒരു വിധത്തിൽ സംസാരിക്കൂല കേട്ടോ മോളെ. പിന്നെയാണ് അറിഞ്ഞത് അവളൊരു ഊമയായിരുന്നു കേട്ടോ. അവൾ സംസാരിക്കാത്തൊരു പെണ്ണ്. അപ്പോൾ വാപ്പയാണെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിഷ്ടമാണ്. അപ്പോൾ വാപ്പ ചോദിച്ച് വിൽ യു മാരി മീ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എന്തൊരു പറഞ്ഞ് നോ പറയാ. അവള് ഊമയല്ലേ മരടി. നോ പറഞ്ഞ അവള് സംസാരിക്കൂലായിരുന്നു, അവള് ഊമയായിരുന്നു. അപ്പൊ അവൾ എന്തൊരു പറഞ്ഞ്? ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞ എന്തിനു പറഞ്ഞ്? യെസ് പറഞ്ഞ നോ പറഞ്ഞ? യെസ് പറഞ്ഞ. എടി അവള് ഊമയാണെന്ന്. കൊതു കടിച്ചാ? എവിടെ കൊതു കടിച്ച്? ഹലോ ഗൈസ്, സീസണിന്റെ മൂലത്തിൽ കൊതു കടിച്ചു. ലൈറ്റ് അടിച്ച് നോക്കാം, എന്റെ ജോലിയല്ലേ. അപ്പോൾ ആ കുട്ടിയാണ് ഏത് കുട്ടിന്നറിയാവോ? നിന്റെ മമ്മി. ഓ, മമ്മിയായിരുന്നു ആ ഊമ പെണ്ണ്. കുറെ നാൾ കഴിഞ്ഞപ്പോ അവള് സംസാരിച്ച്. അപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ചോര്. അപ്പോഴും ഇവളുണ്ടല്ലേ കോളേജിലെ